ഹായ് ഫ്രണ്ട്സ്, സലാം കമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുളപ്പിച്ച് കൊണ്ടുവന്ന വിത്താണ് കേട്ടോ, നെല്ലിൻ്റെ വിത്ത്. അത് നമ്മളിതാ 3 പറയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ ഇവിടെ വിത്തിടാൻ വേണ്ടി പോവുകയാണ്. ഈ കാണുന്ന കള്ളിയിൽ എന്നാണ്ടല്ലേ, അതുകൂടാതെ നമ്മൾ വരമ്പിൽ ഇതാണല്ലേ പയർ കുത്തിയിട്ടിരിക്കുന്നതാണ്, നാടൻ പയർ. ചിലതൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ. 2 സ്റ്റെപ്പായിട്ട് വിത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ചെടികളെല്ലാം പയർ മുളച്ച് വന്നതാണ്. കുടുംബശ്രീയിലുള്ള ആളുകളാണ് കേട്ടോ വിത്തൊക്കെ എറിയുന്നത്. വിത്ത് ഇടുന്ന സമയത്ത് ഈ കള്ളികളിലൊന്നും വെള്ളം പാടില്ല. അപ്പം 4 ഭാഗവും ചാലെടുത്തിട്ട് ആ ചാലുന്നൊരു ഭാഗത്തിൽ കൂടെ വെള്ളം തുറന്ന് വിട്ടതാ ഈ ഓരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെതാ വെള്ളം ഈ ചാലിലേക്ക് ഇവിടുന്ന് ഈ ചാലിലേക്ക് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേപ്പർ ആദ്യം അടിയിൽ വിരിക്കുന്നുണ്ട് അല്ലേ. മെഷീൻ നടന്നതുകൊണ്ട് വിത്ത് എറിയുന്നത് വെറും ചളിയിലേക്കല്ല എറിയുന്നത്. ഇവർ അടിയിൽ ആദ്യം ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിനെ വെള്ളം നനച്ച് അതിന് മേലെ കുറച്ച് മെഴുകിയ പോലെ ആക്കിയ ശേഷം അതിന് മേലെ ആ ഷീറ്റിന് മേലെ നല്ല ചളി മേലെ, അതുപോലെ ആ ഷീറ്റിനടിയിൽ ഞാറ് വിത്ത് ശരിക്ക് മുളച്ച് വരാനുള്ള ചളി അതിന് മേലെ വെച്ച് മെഴുകിയ ശേഷമാണ് അതിന് മേലെയാണ് ഇവർ വിത്തെറിയാൻ പോകുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ നടാൻ എളുപ്പമാണെന്നാണ് പറയണത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ വെള്ളം കയറ്റാൻ പോകുന്നു. അതുവരെ വെള്ളം തെളിച്ച് കൊടുക്കണം. ഒക്കെ ഒത്തിരി നേരം വന്നു കൊണ്ട് ആദ്യം ഏറ്റവും അടിയിൽ കവറ്, അതിന് മേലെ മണ്ണ്, അതിന് ശേഷം വിത്ത് അല്ലേ. ഇതിന് മുകളിൽ പേപ്പറും വരും. ഈ കാണുന്ന 2 കള്ളിയിൽ ഞാറ് പാകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മുളച്ച് ഞാറായി വരുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ഞാറ് നടുന്നതായിരിക്കും. ഈ കാണുന്ന ഫുൾ കണ്ടത്തിൽ, 1/2 ഏക്കർ കണ്ടത്തിൽ ഞാറ് പാകുന്നതിൻ്റെ വീഡിയോ ആണ് അടുത്ത ഇടാൻ പോകുന്നത്. വരേക്കും എല്ലാവർക്കും ബായ്.